ഹായ്, നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് അൾജിബ്രയുടെ ഡിസ്കഷൻ എത്തി നിൽക്കുന്നത് പ്രൈമറി ഡീകമ്പോസിഷനിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഐഡിയലിൻ്റെ പ്രൈമറി ഡീകമ്പോസിഷൻ എന്താണെന്ന് പറഞ്ഞു. എല്ലാ ഐഡിയൽസിനും പ്രൈമറി ഡീകമ്പോസിഷൻ എക്സിസ്റ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം. നമ്മളുടെ ഡിസ്കഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഐഡിയൽസിനെ കുറിച്ചിട്ടാണ്. പ്രൈമറി ഡീകമ്പോസിഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഐഡിയൽസിനെ കുറിച്ചിട്ടാണ്. അതിന് നമ്മൾ ഡീകമ്പോസിബിൾ ആയിട്ടുള്ള, അതായത് പ്രൈമറി ഡീകമ്പോസിഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഡീകമ്പോസിഷന്റെ ഒരു ഡീകമ്പോസിഷൻ മിനിമൽ പ്രൈമറി ഡീകമ്പോസിഷൻ ആണ് പറയാന്ന് പറഞ്ഞു. ഏതൊരു ഡീകമ്പോസിബിൾ ആയിട്ടുള്ള, അതായത് പ്രൈമറി ഡീകമ്പോസിഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഐഡിയൽസിനും അതിന്റെ ഐഡിയൽസിനെയും നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, മിനിമൽ പ്രൈമറി ഡീകമ്പോസിഷനിൽ എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫസ്റ്റ് ഡെഫിനിഷൻ, ഒരു പ്രൈമറി ഡീകമ്പോസിഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയലിനെ നമ്മൾ ഡീകമ്പോസിബിൾ ഐഡിയൽ എന്ന് പറയും. ഓക്കെ, ഐഡിയൽ ഡീകമ്പോസിബിൾ ആണെന്ന് പറയും. an ideal ring A has a primary decomposition, then A is called a decomposable ideal. ഓക്കെ, ഡീകമ്പോസിബിൾ ആണെന്ന് പറയും. ഓക്കെ, ഇനി ഡീകമ്പോസിബിൾ ആയിട്ടുള്ള ഐഡിയൽസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് യുണീക്നെസ് തിയറം ആദ്യം സ്റ്റേറ്റ്മെന്റ് വായിക്കാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ലെറ്റ് എ ബി എ decomposable ideal and let A is equal to intersection I runs from 1 to n Qi be a minimal primary decomposition of A, then Pi is equal to radical of Qi I less than or equal to I runs from 1 to n. Okay, then the Pi are precisely the prime ideals which occur in the set of ideals. Set title the set radical of ideal quotient of A and X such that X belongs to A. ഈ സെറ്റിലുള്ള ഐഡിയൽസ് ആയിരിക്കും PIs എന്ന് പറഞ്ഞാൽ ഈ എന്റെ മിനിമൽ പ്രൈമറി ഡീകമ്പോസിഷനിലുള്ള ഐഡിയൽസിന്റെ റാഡിക്കൽസ്. ഓക്കെ, PI എന്ന് പറഞ്ഞാൽ QI PI പ്രൈമറി, QI PI പ്രൈമറി ആയിരിക്കും. ഓക്കെ, ആ PIs ഏത് സെറ്റിൽ ഉണ്ടാവും എന്നാണ് തിയറം പറയുന്നത്? ഈ ഒരു സെറ്റിൽ റാഡിക്കൽ ഓഫ് ഐഡിയൽ ക്വോഷ്യന്റ് ഓഫ് A and X such that X belongs to A and hence are independent of the particular decomposition of A. അതായത് ഈ ഒരു സെറ്റിൽ ഉണ്ടാകും എന്നാണ് PIs പറഞ്ഞത്. അതായത് അവരെന്ത് ഇൻഡിപെൻഡന്റ് ആണ്, നമ്മൾ എനെ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ ഡീകമ്പോസിഷന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യാം. ഫസ്റ്റ്, സപ്പോസ് A is equal to intersection I runs from 1 to I be a minimal primary decomposition of A, then radical of Qi is equal to Pi, which means Qi's are Pi primary respectively, are all distinct where PIs are prime. PIs എല്ലാം പ്രൈം ആയിരിക്കും, കാരണം QIs ഒക്കെ എന്താണ്, പ്രൈമറി ആണ്. ആൻഡ് മിനിമൽ ആയതുകൊണ്ട്, മിനിമൽ പ്രൈമറി ഡീകമ്പോസിഷൻ ആയതുകൊണ്ട് QI does not contain in intersection J runs from 1 to n J not equal to I, QJ ആയിരിക്കും. അത് മിനിമൽ പ്രൈമറി ഡീകമ്പോസിഷൻ ആയതുകൊണ്ടാണ്. ഡെഫിനിഷൻ തന്നെയാണ്. ഓക്കെ, നൗ കൺസിഡർ റാഡിക്കൽ ഓഫ്, ഇങ്ങനെ ആകുക കേട്ടോ, AI അല്ല, റാഡിക്കൽ ഓഫ് ഐഡിയൽ ക്വോഷ്യന്റ് ഓഫ് A and X which will be equal to A എന്തിന് ഈക്വൽ ആണ്? ഇന്റർസെക്ഷൻ I runs from 1 to n Qi, അതായത് A ന്റെ മിനിമൽ പ്രൈമറി ഡീകമ്പോസിഷൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. which will be equal to ഈ ഇന്റർസെക്ഷനും ആദ്യം ഇന്റർസെക്ഷനും ഈ ഐഡിയൽ ക്വോഷ്യന്റ് ഇന്റർചേഞ്ച് ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ഐഡിയൽ ക്വോഷ്യന്റ് ഡിസ്കസ് ചെയ്തോട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു radical of intersection I runs from 1 to n ideal quotient of Qi and X.
ഇനി റാഡിക്കലിന് ഇന്റർസെക്ഷന് ഇന്റർചേഞ്ച് ചെയ്യാം. അതും നമ്മൾ ഓൾറെഡി റാഡിക്കലിന്റെ സെക്ഷനിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സസൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. Which will be equal to intersection I runs from 1 to n radical of qi and radical of ideal quotient of qi and x. ഇനി ഈ ഒരു ഇന്റർസെക്ഷനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. നമ്മൾ ഒരു എക്സിനെ ഫിക്സ് ചെയ്താൽ എക്സ് ഉള്ള ക്യൂഐസിന്റെ എക്സ് ഉള്ള ക്യൂഐസ് ഉണ്ടാവും. അവരുടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസുകളുടെ ഇന്റർസെക്ഷൻ. പിന്നെ ഇന്റർസെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യൂഐസിൽ എക്സ് ഇല്ലാത്ത, എക്സിനെ ഫിക്സ് ചെയ്താൽ എക്സ് ഇല്ലാത്ത ക്യൂഐസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസിന്റെ ഇന്റർസെക്ഷൻ എന്താണ് ചെയ്യുന്നത്. ഓക്കെ, കാരണം അങ്ങനെ സ്പ്ലിറ്റ് എഴുതിയിട്ട് മാറ്റി എഴുതാം. കാരണം സെറ്റ്സിൽ ഇന്റർസെക്ഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും, ഇന്റർസെക്ഷൻ കമ്മ്യൂട്ട് ചെയ്യും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, പോസിബിൾ ആണ്. സോ എക്സ് ക്യു ഐയിൽ ഉണ്ടെങ്കിൽ റാഡിക്കൽ ഓഫ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് ക്യു ഐ ആൻഡ് എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? റാഡിക്കൽ ഓഫ് ഹോൾ റിങ്ങിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, കാരണം എക്സ് ക്യു ഐയിലില്ല, അപ്പോൾ ഐഡിയൽ കോഷ്യന്റ് ഓഫ് ക്യു ഐ ആൻഡ് എക്സ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാൻ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ റാഡിക്കൽ ഓഫ് ഹോൾ റിങ് ആയിരിക്കും. അത് എന്തിന് ഈക്വൽ ആണ്? ഹോൾ റിങ്ങിന് ഈക്വൽ ആണ്, എക്ക് ഈക്വൽ ആണ്. സോ ദിസ് ടേം വിൽ ബി എ, ഹോൾ റിങ് എ. ആൻഡ് ഇവിടെ ഇനി നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല, ഇതേപോലെ തന്നെ നിർത്താം. അപ്പോൾ എ ആയിട്ട് നമ്മളുടെ ഹോൾ റിങ് ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ, ഈ സെറ്റ്സിനെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എന്ത് തന്നെ വരുള്ളൂ? ഇത് തന്നെ വരുള്ളൂ. കാരണം ഈ സെറ്റ് എന്തിന്റെ സബ്സെറ്റ് ആണ്? എന്റെ സബ്സെറ്റ് ആണ്. സോ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ആ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഇന്റർസെക്ഷൻ ഐ റൺസ് ഫ്രം 1 to n എക്സ് ഡസ് നോട്ട് ബിലോങ് ടു ക്യു ഐ പി ഐ. ഓക്കെ, സിൻസ് റാഡിക്കൽ ഓഫ് ഞാൻ ഓൾറെഡി പറഞ്ഞു, റാഡിക്കൽ ഓഫ് ദി ഹോൾ റിങ് ഈസ് ഹോൾ റിങ്. സോ നമുക്ക് എന്ത് കിട്ടി? റാഡിക്കൽ ഓഫ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് എ ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു intersection I runs from 1 to n x does not belong to qi pi എന്നുള്ള രൂപത്തിലേക്ക് കിട്ടി. അതാണോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? സപ്പോസ് ഈ ഒരു സെറ്റ് പ്രൈം ആണെങ്കിൽ, പ്രൈം ഐഡിയൽ ആണെങ്കിൽ, ഈ ഒരു ഐഡിയൽ പ്രൈം ആണെങ്കിൽ, ഇഫ് റാഡിക്കൽ ഓഫ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് എ ആൻഡ് എക്സ് ഈസ് എ പ്രൈം ഐഡിയൽ, പ്രൈം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിന്റെ റാഡിക്കൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിന് ഈക്വൽ ആയിരിക്കും. റെഡി അല്ലേ? കാരണം ഈ ഒരു ഐഡിയയിൽ റാഡിക്കൽ ഓഫ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് എ ആൻഡ് എക്സ് അത് പ്രൈമാണെന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ, പ്രൈം ആണെങ്കിൽ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, റാഡിക്കൽ ഓഫ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് എ ആൻഡ് എക്സ് എന്തിന് ഈക്വൽ ആണ്? ഈ ഒരു പ്രൈം ഐഡിയൽസ് എന്ന് പറഞ്ഞാൽ പി ഐസ് എന്താണ്? റാഡിക്കൽ ഓഫ് ക്യു ഐസ് ആണ്. നമ്മൾ എങ്ങനെയുള്ള ക്യു ഐസെ കൺസിഡർ ചെയ്യുന്നുള്ളൂ? എക്സ് ഇല്ലാത്ത ക്യു ഐസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത് ഓൾറെഡി പ്രൂവ്ഡ് ആണ്. സോ പ്രൈം ആണ്, നമ്മൾ ഓൾറെഡി ഇങ്ങനെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതായത് ഈ റാഡിക്കൽ ഓഫ് എ ആൻഡ് എക്സ് പ്രൈം ആണെങ്കിൽ, ഈ റാഡിക്കൽ ഓഫ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് എ ആൻഡ് എക്സ് പ്രൈം ആണ്. ആ പ്രൈം ഐഡിയൽസിനെ നമുക്ക് വേറെ കുറച്ച് പ്രൈം ഐഡിയൽസിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? പി ഐ ഓഫ് എക്സ്. ഈ പി ഐസ് ഏതെങ്കിലും ഒരു പി ഐ എന്തിന്റെ അകത്തുണ്ടാകും? ഈ ഒരു സെറ്റിന്റെ അകത്തുണ്ടാകും. ഓക്കെ, സോ റാഡിക്കൽ ഓഫ് എ ഐഡിയൽ കോഷ്യന്റ് ഓഫ് എ ആൻഡ് എക്സ് കണ്ടെയ്ൻസ് പി ഐ ഫോർ സം ഐ. ഓക്കെ, നിങ്ങൾ ഈ ഒരു പ്രൊപ്പോസിഷൻ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് റെഫർ ചെയ്യാം. സോ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, സോ പി ഐ വിൽ ബി കണ്ടെയ്ൻഡ് ഇൻ റാഡിക്കൽ ഓഫ്, സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, റാഡിക്കൽ ഓഫ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് എ ആൻഡ് എക്സ് ഫോർ സം ഐ. സോ
ഇനി നേരെ തിരിച്ച് ഇതെന്തിന് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഇന്റർസെക്ഷൻ I runs from 1 to n Pi x does not belongs to Qi. അതെന്തിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അഗൈൻ സെയിം സ്റ്റേറ്റ്മെന്റ്, റാഡിക്കൽ ഓഫ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് A and X. ഓക്കെ, സോ ഈ റാഡിക്കൽ ഓഫ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് A and X എല്ലാ PIസിലും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഇൻ പെർട്ടിക്കുലർ ദിസ് Pi. സോ റാഡിക്കൽ ഓഫ് ഇവിടെ J ആക്കാണോ നല്ലത്. J runs from 1 to n X does not belong to Qj Pj. ഓക്കെ, അപ്പോൾ എല്ലാ PJയിലും റാഡിക്കൽ ഓഫ് A and X, റാഡിക്കൽ ഓഫ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് A and X ഉണ്ടാകും. ഇൻ പെർട്ടിക്കുലർ PIയിലും ഇതുണ്ടാവും. സോ നേരെ ഓപ്പോസിറ്റ് ഇൻക്ലൂഷൻ ആയി. സോ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കമ്പൈൻ ചെയ്താൽ റാഡിക്കൽ ഓഫ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് A and X എന്തിന് ഈക്വൽ ആണ് കിട്ടും. Piക്ക് ഈക്വൽ ആണ് കിട്ടും. അതായത് റാഡിക്കൽ ഓഫ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് A and X പ്രൈം ആണെങ്കിൽ നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്, അത് നമ്മളുടെ ഏതെങ്കിലും ഒരു Piക്ക് ഈക്വൽ ആയിരിക്കും. ഏതെങ്കിലും ഒരു Piക്ക് ഈക്വൽ ആയിരിക്കും. സോ every prime ideal of the form radical of ideal quotient of A and X is one of the Pi's. Okay, ഏതെങ്കിലും ഒരു Pi ആയിട്ട് വരും. അതായത് ഈ ഒരു റാഡിക്കൽ പ്രൈം ആവുന്ന കേസിലൊക്കെ നമുക്ക് എന്ത് പറയാം, ഏതോ ഒരു Piക്ക് ഈക്വൽ ആണെന്ന് പറയാം. നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ ഒരു ഡീകമ്പോഷനിലുള്ള QIസിന്റെ റാഡിക്കൽ ഏതെങ്കിലും ഒരു റാഡിക്കലിന് ഈക്വൽ ആകും. എപ്പോഴൊക്കെ റാഡിക്കൽ ഓഫ് A and X വേരി ചെയ്യുന്നതിനനുസരിച്ച് ഈ റാഡിക്കൽ ഓഫ് A and Xും വേരി ചെയ്യാം. അത് പ്രൈം ആവുന്ന കേസിലൊക്കെ ഏതെങ്കിലും ഒരു Piക്ക് ഈക്വൽ ആകുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ചെയ്തു വെച്ചത്. ഓക്കെ, സോ കോൺവേഴ്സ്ലി വി ഹാവ് ടു പ്രൂവ് എനി Pi. നേരെ തിരിച്ചും പ്രൂവ് ചെയ്യണം. ഓക്കെ, എനി Pi ഓഫ് ദി ഫോം റാഡിക്കൽ ഓഫ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് Q and X. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് റാഡിക്കൽ ഓഫ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് Q and X അല്ലെങ്കിൽ A and X പ്രൈം ആവുന്ന കേസിലൊക്കെ എന്തിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരു Piക്ക് ഈക്വൽ ആകുന്നുണ്ടെന്നാണ് ഇപ്പോൾ പ്രൂവ് ചെയ്ത് വെച്ചത്. ഇനി നമ്മൾ നേരെ ഓപ്പോസിറ്റ് കോൺവേഴ്സ് PIs ഏതെങ്കിലും ഒരു PIs കൺസിഡർ ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു റാഡിക്കൽ ഓഫ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് Q and Xന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, സോ ഫോർ സം X in A. സോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം സിൻസ് A ഈക്വൽ ടു intersection I runs from 1 to n Qi is a minimal primary decomposition. So Qi does not contain intersection J runs from 1 to n J not equal to 1 Qj. So that is same inclusion. Intersection I runs from 1 to n J not equal to I Qj ആണ്. Qj is not in Qi. So there exists ഇങ്ങനൊരു ഈ ഒരു ഇൻക്ലൂഷൻ ഹോൾഡ് ചെയ്യുന്നില്ല, which means there exists Xi in Qi such that ഇവിടെ ഒരു Xi എക്സിസ്റ്റ് ചെയ്യും. രണ്ടും ഇത് ഈ സെറ്റിനെ ഇവിടെ കണ്ടെയ്ൻ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ കണ്ടെയ്ൻ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. സോ there exists Xi which is ഈ സ്റ്റേറ്റ്മെന്റിനൊന്നും മാറ്റി എഴുതാണ്ട് there exists Xi does not. ഈ ഒരു ഇൻക്ലൂഷൻ ഹോൾഡ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ഒരു X ഉണ്ടാകും. ഈ ഒരു സെറ്റിൽ X ഉണ്ടാകും, പക്ഷെ ആ X ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഇൻക്ലൂഷൻ ഹോൾഡ് ചെയ്യാറ്. സബ്സെറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള Xകൾ ഉണ്ടാകും. സോ there exists Xi
which is not in Qi such that Xi belong to Xi belong to for each I. Xi belong to some intersection j runs from 1 to n, j not equal to I, Q, j. Okay, for all I. For all I. So Xi എവിടെ ഉണ്ടാവില്ല? Qi ഉണ്ടാവില്ല. Qi ഇല്ലാത്ത രൂപത്തിൽ ഒരു Xi എക്സിസ്റ്റ് ചെയ്യും. ആ Qi ഒഴിവാക്കിയിട്ടുള്ള Qjന്റെ ഇന്റർസെക്ഷനിൽ ആ Xi ഉണ്ടാവും ചെയ്യും. So Xi does not belong to Qi such that Xi belong to Qj for all j not equal to I. For all j not equal to I. So radical of a and xi. Radical of a and xi. Radical of ideal quotient of a and xi will be equal to ideal a is equal to intersection j runs from 1 to n qj xi. Okay. ഇനി ഐഡിയൽ കോഷ്യന്റ് നോക്കുക. ഐഡിയൽ കോഷ്യന്റിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അവിടെയുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ നമുക്ക് ഐഡിയൽ കോഷ്യന്റിന് ഇന്റർസെക്ഷനും ഇന്റർചേഞ്ച്. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു റാഡിക്കൽ ഓഫ് intersection j runs from 1 to n ideal quotient of qj and xi. So ഇനി ഇന്റർസെക്ഷനും റാഡിക്കലിനെ ഇന്റർചേഞ്ച് ചെയ്യാൻ പോസിബിൾ ആണ്. ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇന്റർസെക്ഷൻ j runs from 1 to n റാഡിക്കൽ ഓഫ് ideal quotient of qj and xi. അഗൈൻ xi എവിടെ ഉണ്ട്? qi-ലില്ല. ഓക്കെ, നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നുണ്ട്. എങ്ങനെ? നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. xi qjയിൽ വരുമ്പോൾ ഉള്ള റാഡിക്കൽസിന്റെ ഇന്റർസെക്ഷൻ, പിന്നെ ഇന്റർസെക്ട് ചെയ്യുന്നത് xi's qjയിൽ ഇല്ലാത്ത റാഡിക്കൽസിന്റെ ഇന്റർസെക്ഷൻ. സോ രണ്ട് രൂപത്തിൽ ഇന്റർസെക്ട് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക ഈ ഇന്റർസെക്ഷൻ. സോ xi qjയിൽ ഉണ്ടെങ്കിൽ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇത് ഹോൾ റിങ്ങിന് ഈക്വൽ ആണെന്ന് പറയാം. ഹോൾ റിങ്ങിന് ഈക്വൽ ആണ് ഈ ഐഡിയൽ കോഷ്യന്റ്. സോ ഇന്റർസെക്ഷൻ j runs from 1 to n xj i not equal to j എന്ന് കൊടുത്താലും മതി. xi belong to qj. xi belongs to qj എന്ന് പറഞ്ഞാൽ qis അല്ലാത്ത എല്ലാ qjകളിലും എന്തുണ്ടാകും? xi ഉണ്ടാകും. ഒരു qi-ൽ മാത്രമേ xi ഉണ്ടാവാതായിട്ടുണ്ടാവുള്ളൂ. സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, i നോട്ട് ഈക്വൽ ടു j, പിന്നെ ഇന്റർസെക്ഷനിൽ ഒരു ഇന്റർസെക്ഷൻ മാത്രം കൊടുത്താൽ മതി, qj ഇന്റർസെക്ഷൻ xi. സോ qj ഇന്റർസെക്ഷൻ അല്ല, ഇന്റർസെക്ഷൻ ഐഡിയൽ കോഷ്യന്റ് ഓഫ് qj ആൻഡ് xi. ദിസ് വിൽ ബി ഈക്വൽ ടു pi, കാരണം xi അവിടെ അല്ല, qjയിലില്ല. ഇവിടെ റാഡിക്കൽ ഉണ്ടല്ലോ, റാഡിക്കൽ pi. സോ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത പ്രോപ്പർട്ടീസ് ആണ്. സോ നമുക്ക് അവസാനം എന്ത് കിട്ടും? ഈ ഒരു ഇന്റർസെക്ഷൻ മുഴുവനായിട്ട് എന്തായിട്ട് വരും? ഹോൾ റിംഗ് ആയിട്ട് വരും, ഇന്റർസെക്ടിങ് വിത്ത് pi. pi ഈ ഹോൾ റിംഗിന്റെ സബ്സെറ്റ് ആണ്. സോ ദിസ് ഇന്റർസെക്ഷൻ വിൽ ബി pi ഓൺലി. സോ വിച്ച് ഈസ് ഈക്വൽ ടു pi. അതായത് നമ്മൾ പ്രൂവ് ചെയ്തത് റാഡിക്കൽ ഓഫ് ഐഡിയൽ കോഷ്യന്റ് ഓഫ് a xi എന്തിന് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്? pi-ക്കായിട്ട് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കോൺവേഴ്സ് ആണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ a ആക്കി കൊടുക്കണം. സോ pi ഈക്വൽ ടു റാഡിക്കൽ ഓഫ് a ഐഡിയൽ കോഷ്യന്റ് ഓഫ് a xi ഫോർ സം xi. ഓക്കെ, pi ഓരോ pi കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിന് റെസ്പോണ്ടിങ് ആയിട്ട് ഇതേ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാമെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇതേ രൂപത്തിലുള്ള എക്സ്പ്രഷനെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു pi-യും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഫോർ സം, അതാണ് ഓൾറെഡി പ്രൂവ് ചെയ്തത്. സോ നമുക്ക് ഒരു സെറ്റ് ഓഫ് pi's കിട്ടും, p1 p2 എക്സെട്ര pn. pi's എന്ന് പറഞ്ഞാൽ എന്താണ്? റാഡിക്കൽ ഓഫ് qis. ദി സെറ്റ് ഓഫ് പ്രൈം ഐഡിയൽസ് ഇൻ ഈ ഒരു സെറ്റിലുള്ള പ്രൈം ഐഡിയൽസ് ആയിരിക്കും. ദാറ്റ് ഈസ് ദി ഡീകമ്പോസിഷൻ ഈസ് യുണീക്ക് ഇൻ ദി സെൻസ് ഓഫ് pi's. യുണീക്ക് ആണ്. നമ്മൾക്ക് എങ്ങനെ ഡീകമ്പോസ് ചെയ്താലും അവിടെയുള്ള മിനിമൽ ഡീകമ്പോസിഷൻ എടുത്താൽ അവിടുത്തെ പ്രൈം ഐഡിയൽസ്
പ്രൈം ഐഡിയൽസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിലും അവരുടെ റാഡിക്കൽസ് എങ്ങനെയാലും സെയിം തന്നെ ആയിട്ട് വരും. ഓക്കെ, റാഡിക്കൽസ് ആ മിനിമൽ ഡീകമ്പോസിഷനിലുള്ള പ്രൈം ഐഡിയൽസിന്റെ മിനിമൽ ഡീകമ്പോസിഷനിലുള്ള പ്രൈമറി ഐഡിയൽസിന്റെ റാഡിക്കൽസ് സെയിം തന്നെ ആയിരിക്കും. റാഡിക്കൽസ് ആണ് യൂണിക് ആയിട്ട് വരുന്നത്. യൂണിക് ഇൻ ദി സെൻസ് ഓഫ് PIs ഡിപ്പെൻഡ്സ് എ ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് എനി പെർട്ടിക്കുലർ ഡീകമ്പോസിഷൻ. എനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, എന്നുള്ള ഐഡിയലിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. PIs QIസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് മിനിമൽ പ്രൈമറി ഡീകമ്പോസിഷനിൽ നമ്മൾ ഡീകമ്പോസ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രൈമറി ഐഡിയൽസിനെ അല്ല PIs ഡിപ്പെൻഡ് ചെയ്യുന്നത്, എനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് PIs എന്താണ്, യുണീക്ക് ആണ്. ഫസ്റ്റ് യുണീക്ക്നെസ് തിയറം. ഒരു ഡെഫിനിഷനൂടെ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Let A be a decomposable ideal, then the prime ideals I runs from 1 to n which occurs in the set. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിട്ടുള്ള ആ സെറ്റ് ആർ സെറ്റ് ടു ബിലോങ് ടു എ ഓർ ടു ബി അസോസിയേറ്റഡ് വിത്ത് എ. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള PIs എ ഡീകമ്പോസിബിൾ ആണ്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള PIs എന്നുള്ള ഐഡിയൽസ്, പ്രൈം ഐഡിയൽസ് I runs from 1 to n, ഈ സെറ്റിലുള്ള പ്രൈം ഐഡിയൽസ് ആർ സെറ്റ് ടു ബിലോങ് ടു എ ഓർ ടു അസോസിയേറ്റഡ് വിത്ത് എക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രൈം ഐഡിയൽസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഒരു എ എന്നുള്ള റിംഗ് എടുത്താൽ ഈ സെറ്റിൽ ഉള്ള പ്രൈം ഐഡിയൽസിനെ എക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രൈം ഐഡിയൽസ് ആണെന്ന് പറഞ്ഞു. ആ പ്രൈം ഐഡിയൽസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്റെ മിനിമൽ ഡീകമ്പോസിഷൻ എടുത്താൽ, പ്രൈമറി ഡീകമ്പോസിഷൻ എടുത്താൽ അതിലുള്ള പ്രൈമറി ഐഡിയൽസിന്റെ റാഡിക്കൽസ് ആയിരിക്കും ഈ പ്രൈം ഐഡിയൽസ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രൈം ഐഡിയൽസ് അസോസിയേറ്റഡ് വിത്ത് എ, ഐഡിയൽസ് അസോസിയേറ്റഡ് വിത്ത് എ is equal to P1, P2, etc. Pn. The ideal A is primary ആണെങ്കിൽ ഒരു പ്രൈം ഐഡിയൽ മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, പ്രൈമറി ആണെങ്കിൽ അതിന്റെ മിനിമൽ പ്രൈമറി ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കും. എ പ്രൈമറി ആണെങ്കിൽ അതിന്റെ മിനിമൽ പ്രൈമറി ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എ തന്നെ ആയിരിക്കും. അപ്പോൾ അതിന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രൈം ഐഡിയൽസ് ഏതായിരിക്കും, റാഡിക്കൽ ഓഫ് എ മാത്രമായിരിക്കും. സോ ഒബ്വിയസ് ആണ്. The minimal elements of the set P1, P2, etc. Pn are called the minimal or associated prime ideal belong to A. The others are called embedded prime ideals. Okay, these are minimal prime ideals. The minimal elements are called the minimal or associated isolated prime ideals ബിലോങ്ങിങ് ടു എ. ഈ ഒരു സെറ്റിൽ നമ്മളുടെ PIസിന്റെ കളക്ഷനിലുള്ള മിനിമൽ ആയിട്ടുള്ള എലമെന്റ്സിന് അതിനെ നമ്മൾ പറയാം ഐസൊലേറ്റഡ് അല്ലെങ്കിൽ മിനിമൽ ഐഡിയൽസ് ബിലോങ് ടു എ എന്നാണ്. ബാക്കിയുള്ള മിനിമൽ അല്ലാത്ത ഐഡിയൽസിനെ നമ്മൾ എംബഡഡ് പ്രൈം ഐഡിയൽസ് എന്നാണ് കറസ്പോണ്ടിങ് ടു എ. ഓക്കെ, ഈ രണ്ട് ഡെഫിനിഷനും മനസ്സിലാവാനുള്ള ഒരു എക്സാമ്പിളാണ് താഴെയുള്ളത്. വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങളൊന്ന് നോക്കുക, നോക്കിയിട്ട് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രൊപ്പോർഷൻ 4.6 സ്റ്റാർട്ട് ചെയ്യും.